ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അനാമികയുമായിട്ടുള്ള ബന്ധം പിരിയുന്നതിന് മുന്നേ അവന്തികയുമായിട്ടുള്ള അനിയുടെ ആ ഒരു എൻഗേജ്മെന്റ് നടത്തി വെക്കണമെന്നുള്ള കാര്യം മുത്തശ്ശിയോട് പറയുക. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, അനാമികയായിട്ടുള്ള ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ വെച്ച് അതീവ രഹസ്യമായി മോതിര കൈമാറ്റം നടത്തുന്നത് മറ്റൊരാൾ അറിയാൻ പോകണുണ്ടോ എന്ന് ചോദിക്കാം മുത്തശ്ശൻ. വളരെ അടുപ്പമുള്ളവരെ മാത്രം അറിയിച്ചാൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ എടിപിടിയെന്ന് ഓരോന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ച് വേണം കേട്ടോ എന്ന് മുത്തശ്ശി പറയുമ്പം, വേണുവിനെയും മോളെയും എനിക്ക് ഭയമൊന്നുമില്ല. അവരിനി അനിയെ ദ്രോഹിച്ചാൽ അത് സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞു മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും കിട്ടുന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചെത്തി സംസാരിക്കുവാണ്. നമ്മളെക്കാൾ കൂടുതൽ ഭീതിയോടുകൂടി നന്ദുവിൻ്റെയും അനിയുടെയും ബന്ധത്തെ കാണുന്ന ആൾക്കാരാണ് കനകയും ഗോവിന്ദനും എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുക. ആ ഒരു ടെൻഷനൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയണു. അടുത്ത ഞായറാഴ്ച കുട്ടികളുടെ ഒരു എൻഗേജ്മെന്റ് നടത്തി വെക്കാമെന്നാണ് കരുതുന്നതെന്ന് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ ജാനകിക്കും. അല്ല അച്ഛാ, അത് പിന്നെ അവൻ്റെ കേസ് കോടതിയിൽ കിടക്കല്ലേ എന്ന് അജയൻ ചോദിച്ചു. ആയിക്കോട്ടെ, നമ്മൾ നിയമം വിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എൻഗേജ്മെന്റ് നടത്തി വെക്കുക. എന്തായാലും അനാമികയും അവനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നില്ല എന്നും മോളുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നതെന്ന കാര്യവും മുത്തശ്ശൻ പറയുക. അതെ, മോൾക്ക് അനി കാല് മാറുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അന്നേരം അവന്തികയുടെ നേരെ ഇങ്ങനെ അജയൻ ഒന്ന് നോക്കുക കേട്ടോ. നന്ദുവും അനിയും തമ്മിൽ അടുപ്പമുണ്ടോ എന്ന് മോള് ഭയക്കുന്നുണ്ടെന്ന കാര്യവും പറഞ്ഞു. അവര് തമ്മിൽ ഇപ്പൊ പരിധി വിട്ട് ഒരു ബന്ധമില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ദേവയാനി പറയുമ്പം, അത് നിന്റെ തോന്നലല്ലേ, അനി പിന്നെ എന്തുകൊണ്ടാണ് മോളെ വേണ്ട എന്ന് വാശി പിടിക്കുന്നതെന്ന കാര്യം മുത്തശ്ശൻ ചോദിച്ചു. അത് പിന്നെ അനി മോളെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ അച്ഛാ, അതുകൊണ്ടായിരിക്കുമെന്ന് അജയൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെറുതെ സംശയം ഉള്ളിൽ വെച്ച് അതിന് ഓരോന്ന് പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അനിയുടെയും മോളുടെയും വിവാഹം നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിൻ്റെ ഉള്ളിൽ അനിയോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞു. അയ്യോ, അവത്തേക്ക് എന്താ ഒരു സന്തോഷം. ഇപ്പോൾ വരുന്ന ഞായറാഴ്ച നിശ്ചയം നടത്താമെന്നാണ് ഇദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇനി കൃത്യം ഒരാഴ്ചയാണ് മുന്നിലുള്ളതെന്നും പറഞ്ഞു. അപ്പം അതെല്ലാം കേട്ടപ്പോൾ മോൾക്ക് സന്തോഷമായോ എന്ന് ജാനകിയുടെ വകയൊരു ചോദ്യവും കൂടി എന്ന് പറഞ്ഞ് ചിരിച്ചാണ് ഇങ്ങനെ മോൾ അവിടെ നിന്ന് നാണം കുണിങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ അവന്തിക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ മോള് മിടിക്കുകയാണെന്നും നമ്മളാരും മോളെ അനിക്ക് വേണ്ടി ആലോചിച്ചതല്ല, മോള് തന്നെ അതെല്ലാവരോടും ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അത് തന്നെയല്ലേ നല്ലത്. നമ്മുടെ മനസ്സിലൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരോട് തുറന്നു പറയുകയല്ലേ വേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആഗ്രഹിച്ചത് നഷ്ടപ്പെട്ടു പോയെന്ന് വരുമെന്ന് ദേവയാനി പറയണം. എന്തായാലും നമ്മൾ മുതിർന്നവർ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതുകൊണ്ട് അനിയുടെ ആഗ്രഹം അല്ലെങ്കിൽ അനിയുടെ ഇതൊന്നും ഇനി ആരും ചോദിക്കാൻ നിൽക്കണ്ട എന്നുള്ള കാര്യം പറയുകയാണ് ഈ മുത്തശ്ശൻ. അവൻ ആരോട് എന്തു പറഞ്ഞാലും അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അത് ആദർശം നയനയും അനി ഉപദേശിച്ചു എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം അജയൻ അന്നേരം പറഞ്ഞു. അവരെന്തിനാ ഉപദേശിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? എന്നെക്കാളും വലുതാണോ നിന്റെ മോന് അവരുടെ വാക്ക് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം, അല്ല പിന്നെ അച്ഛ, അത് അവരും കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നാ പറഞ്ഞത്. അതിപ്പോൾ അവർ പറയേണ്ട കാര്യമൊന്നുമില്ല. നീ പറഞ്ഞാലും നിന്റെ മകന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്ന് മുത്തശ്ശൻ പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വലിയ ദേഷ്യം കാണിച്ചിട്ട് എന്ത് പറഞ്ഞാലും വീട്ടിൽ നിന്ന് പുറത്ത് പോയ രണ്ടെണ്ണത്തിൻ്റെ പേര് പറഞ്ഞോണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് നമ്മുടെ നവ്യ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക കേട്ടോ. നവിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം നവി ഇങ്ങനെ അവിടെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്തിക അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പം നവി ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഫോൺ കട്ട് ചെയ്തു. ഏട്ടത്തിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വാർത്തയുണ്ടെന്ന് പറയുമ്പം എന്താ അതെന്ന് ചോദിച്ചു. അനിയേട്ടനും ഞാനും തമ്മിലുള്ള നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്, വരുന്ന ഞായറാഴ്ചയാണെന്ന് പറയുമ്പോഴത്തേക്ക് നവ്യ നടുങ്ങി കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇത്. അപ്പം അത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാർത്തയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് നവ്യ ചോദിച്ചു തിരിച്ച്. നന്ദു ഇവിടേക്ക് വരരുത്, അതാണ് എൻ്റെ ഇഷ്ടം, അല്ലാതെ അനി ആര് വിവാഹം കഴിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നന്ദുവിനെ ഇഷ്ടമല്ലെന്നറിയാം, അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ എതിർപക്ഷത്തായതുകൊണ്ട് എന്നോട് താല്പര്യം ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് അവന്തിക പറഞ്ഞപ്പം, എന്നെ എതിർക്കുന്നവരെ ആര് സ്നേഹിച്ചാലുമേ എനിക്ക് അവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നവ്യ. അത് കേട്ടപ്പോൾ അവന്തിക ഒന്ന് ചിരിച്ചു. അനിക്ക് വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പം അനിയേട്ടൻ സമ്മതമൊന്നും തരം മൂളിയിട്ടില്ല, പക്ഷെ മുത്തശ്ശൻ തീരുമാനം എടുത്തത് കൊണ്ടേ ഇനി പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്നും നവ്യോടി അവന്തിക പറഞ്ഞു കേട്ടോ.
സ്വപ്നലോകത്ത് പറന്ന് നടക്കുക. എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയന്നത് സംഭവിച്ചെന്ന് വരുമെന്ന് നവ്യ. എന്തായാലും നന്ദുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നീ തന്നെയാ എനിക്ക് ചേർന്ന പെണ്ണ് എന്ന് നവ്യ പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പം അവൾ ഒറ്റയൊരുത്തിയ അനിയേട്ടനെ എന്നിൽ നിന്ന് അകറ്റുന്നതെന്നൊക്കെ അവന്തികയുടെ ഡയലോഗ്. അവളിപ്പോഴും അനിയേട്ടനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി അവളെ പഴിച്ചിരിക്കാതെ നീ അനിയുടെ മനസ്സിൽ കടന്നുകൂടാൻ നോക്കാൻ നവ്യ പറഞ്ഞു കൊടുക്കണം. അവൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങണം. അതോടെ കാര്യങ്ങൾ നേരെ അനുകൂലമായിട്ട് വരുമെന്നും. ഏതായാലും നിശ്ചയത്തിൻ്റെ ഡേറ്റൊക്കെ എടുത്തല്ലോ, ഇനി അതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് അനിയേട്ടനെ ഞാൻ എൻ്റെ വരുതിയിലാക്കിക്കോളാമെന്ന് അവന്തിക പറയുവാണ്. അതും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോണു. ഏതായാലും ഇത് നടക്കില്ല എന്നുള്ള കാര്യം അവന്തികയ്ക്ക് അറിയില്ലല്ലോ. ഈ സമയത്ത് നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യം. എൻ്റെ ദൈവം, ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്നാലോചിച്ച് നവ്യ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. നന്ദുവും അനിയും തമ്മിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ഒന്നിക്കും. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കുമെന്ന് നവ്യ മനസ്സിൽ ആ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്തായാലും അവന്തികയെ അനന്തപുരിയുടെ മരുമകളാക്കില്ല എന്നുള്ള ആ ഒരു ശപഥം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കനകയാട്ടോ. കനകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നന്ദു വീട്ടിലേക്ക് വരുന്നു. നന്ദു വന്നപ്പോൾ നന്ദുവിൻ്റെ നെറ്റിയിൽ ഒരു മുറിവൊക്കെ. അയ്യോ മോളെ എന്ത് പറ്റി എന്ന് ചോദിച്ച് കനക ഒച്ച വെച്ചു. അപ്പോൾ ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായതാണെന്ന് നന്ദു പറയുവാണ്. എന്നിട്ട് നന്ദു ഒന്നും അല്ലാത്ത പോലെ അകത്തേക്ക് അങ്ങ് കയറി പോകുന്നു. അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കനക വിളിച്ചു. അച്ഛൻ ഓടി വന്നു. ഇത് കണ്ടോ ഗോവിന്ദേട്ടാ? അപ്പോൾ എന്ത് പറ്റി മോളെ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പം അത് പിന്നെ അച്ഛാ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാ. ആക്സിഡൻറ്റോ? എങ്ങനെ? അത് പിന്നെ അച്ഛ കുറച്ച് ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടു പോയി എന്ന കാര്യം നന്ദു പറയുവാണ്. കൊല്ലാനാ കൊണ്ടുപോയതെന്ന് നന്ദു പറയുമ്പോഴത്തേക്കും കനക അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വലിയവായിൽ കരയാം. എന്തായാലും ഭാഗ്യമുണ്ടല്ലോ, അച്ഛനും അമ്മയും കാണാൻ ഉള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് പറ മോളെ എന്ന് പറയുമ്പോൾ സംഭവിച്ചത് തന്നെയാണ് പറഞ്ഞത്. തലയ്ക്കടിച്ച് ബോധം കെടുത്തിയിട്ട് ഒരു ഗോഡൗണിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു എന്ന് പറഞ്ഞു. എന്തായാലും അവന്മാർ കൊല്ലുന്നതിന് മുൻപ് ഒരാൾ പാഞ്ഞെത്തിയെന്നും ആദർശേട്ടൻ വന്നെന്നെ രക്ഷിച്ചു എന്നും നന്ദു പറയുക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ പേടിയായി. അവിടുന്ന് വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറിയിട്ട് എന്നെ നയനേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയാക്കുമായിരുന്നു ആദർശേട്ടൻ എന്ന് പറയുമ്പോൾ അതെന്താ നീ ഇതൊന്നും ഞങ്ങളോട് പറയാത്തതെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ പറയാതിരുന്നിട്ടും ഇത്രയും സമയം അച്ഛനും അമ്മയും ആശ്വാസത്തോടെ ഇരുന്നില്ലേ? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് പറഞ്ഞു. ദേ ഇവള് മാത്രമല്ല, ആദർശം നയനയൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണിതെന്ന കാര്യം അന്നേരം കനകയും ഗോവിന്ദനും കൂടെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അപ്പോൾ എന്ന് കരുതി പേടിച്ച് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ? എൻ്റെ ജോലി ഇതായി പോയില്ലേ അച്ഛാന്ന് നന്ദു ചോദിച്ചു. ഇന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്ന് ചോദിച്ചപ്പം പോയായിരുന്നു, ഇന്ന് രാവിലെ വീണ്ടും പോയി. ഇന്നലത്തെ സ്കാനിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നായിരുന്നു. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും നന്ദു ഇവരോട് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ അപ്പോഴേ നന്ദുട്ടാ മോളെ വേറൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ നേരം കനക പറയുവാണ്. അതെ, അടുത്ത ഞായറാഴ്ച നമ്മുടെ അനന്തപുരിയിൽ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന കാര്യം പറയാം. അപ്പം നന്ദു ഇങ്ങനെ നോക്കോട്ടെ എന്താ. അന്നാണ് അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ചടങ്ങായിട്ടൊന്നുമില്ല, ചെറിയൊരു ചടങ്ങാണെന്ന് പറഞ്ഞു. അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടാത്തത് കൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് ആ ചടങ്ങ് നടത്തുന്നതെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് നന്ദുവിൻ്റെ ഉള്ളൊന്ന് പിടച്ചു കേട്ടോ. അപ്പം നന്ദൂട്ടൻ അറിയാമല്ലോ, നേരത്തെ അവന്തിക വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ, നിന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ ഇവർ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ്. നന്ദുവിന് ഭയങ്കര സങ്കടം. പിന്നെ നീയും അനിയും തമ്മിൽ ഇപ്പം പിന്നെ പഴയ അടുപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴും നന്ദു ഒന്നും മിണ്ടില്ല. ഇനി ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടയിൽ മോള് കടന്ന് ചെന്നേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം ഞാനെന്തിനാ അമ്മ ചെല്ലുന്നേ? ഈ ഒരു കാര്യത്തിൽ നിന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ ഈ കാര്യം നിന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആരുടെയും ജീവിതം തകർക്കാനൊന്നും ശ്രമിക്കത്തില്ല അച്ഛാന്ന് നന്ദു. എനിക്കതിനോട് താല്പര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞു നന്ദു. അങ്ങനെ നന്ദു പിന്നെ എനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാനൊട്ടും താല്പര്യമില്ലെന്ന് നയനേച്ചി പറഞ്ഞത് എന്നുള്ള കാര്യം നന്ദു ഇങ്ങനെ ഇവിടെ പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അങ്ങനെ ഈ കാര്യമെല്ലാം സംസാരിച്ചു. എന്തായാലും എൻ്റെ ഭാഗത്തൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, അനി അവൻ്റെ മനസ്സ് മാറി അവന്തികയെ സ്വീകരിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു അകത്തേക്ക് കയറിപ്പോയി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പം അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം തോന്നി. അവളുടെ മുഖം ശ്രദ്ധിച്ച ഗോവിന്ദേട്ട അവൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വിഷമമുണ്ടെന്ന് കരുതി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുക. രണ്ടും തമ്മിൽ ഇപ്പോഴും കാണുന്നുണ്ടോ എന്തോ എന്ന് പറഞ്ഞ് കനക അവിടെ നിൽക്കുന്നു. എന്തായാലും നിശ്ചയം നടത്താൻ പോവല്ലേ, നമ്മൾ ഇനി വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ കനകയോട് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവീൻ ഇങ്ങനെ ഇരിക്കുവാണ്. നവീൻ ഇരിക്കുമ്പോഴത്തേക്കും നവീൻ്റെ മുത്തശ്ശൻ നരസിംഹൻ സാർ അങ്ങോട്ടേക്ക് വന്നിട്ട് അനന്തപുരിയിൽ നടത്താൻ പോകുന്ന വിവാഹ നിശ്ചയത്തെ പറ്റി പറയുവാണ്. അപ്പോൾ വരുന്ന ഞായറാഴ്ച നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പനിയുടെ ഡിവോഴ്സ് നടക്കാത്തത് കൊണ്ട് അതീവ രഹസ്യമായിട്ടാണ് അവരെ നടത്താൻ പോകുന്നതെന്നുള്ള കാര്യവും പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ നവീന് ഭയങ്കര സന്തോഷം.
ഇനിയിപ്പോൾ അനാമിക ഇത് അറിഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്താലും സ്ട്രോങ് ആവില്ല, അതൊന്നും ഓർത്താരും പേടിക്കേണ്ട. അങ്ങനെ ഒരു ചടങ്ങ് നടന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നവി. ഇവിടെ കേസും വഴക്കും ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ മുത്തച്ഛൻ പറയണം. പിന്നെ നമ്മുടെ നാവിൽ നിന്നും ഇത് പുറത്തു പോകരുതെന്ന് മാത്രമൊന്നും മുത്തച്ഛൻ എന്നോട് പോലും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ അയാളുടെ പണ്ട് മുതലേ ഉള്ള സുഹൃത്തായതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രമൊന്നും ഈ മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശൻ ഉറപ്പായിട്ടും പോകണം. അതുപോലെ തന്നെ ഈ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഞാനോ അവളെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അനിയും കൂടെ അവളെ വേണ്ടാന്ന് പറഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. മൂർത്തി ഇടപെട്ട കേസല്ലേ, അത് അയാൾ നടത്തിക്കോളൂ എന്ന് നരസിംഹ മുത്തശ്ശൻ പറഞ്ഞപ്പം അപ്പോൾ സൺഡേ കഴിഞ്ഞാൽ പിന്നെ വലിയ ടെൻഷൻ ഇല്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് പോയി. എടാ അതെന്താ നീ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുമല്ല. അല്ല അവന്തികയോട് ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് വലിയ ഷോക്കായി പോയായിരുന്നേ. പിന്നെ സൺഡേയിൽ ഈ ചടങ്ങ് നടക്കുന്നതോടെ അവളുടെ സങ്കടം മാറുമല്ലോ എന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞു നവീൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ അമ്മയുടെ സങ്കടം എപ്പോഴാണ് നീ മാറ്റണേ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു നവീൻ. അനിയുടെ ഒരു കല്യാണം കഴിഞ്ഞു, ഇത് രണ്ടാമത്തെയാ. എന്നിട്ടും അവനേക്കാളും മൂത്ത നിന്റെ കല്യാണമോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ നവീൻ ഒന്ന് ചിരിച്ചു. നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് പറയാൻ ഇതുവരെ സമയമായില്ലേ എന്നും ചോദിച്ചു. സമയമൊക്കെ ആയി മുത്തശ്ശ, ഞാൻ പറയാം. പക്ഷേ ആ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞാലേ മുത്തശ്ശൻ അവളെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന് ഈ നവീൻ പറയുവാണ്. അതിന് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുകയും വേണമെന്ന്. എന്തായാലും അത് നടക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്നും അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനോട് പറഞ്ഞിട്ട് പോലും ഇല്ലെന്ന കാര്യവും പറയാണ്. മുത്തശ്ശൻ പച്ചക്കുടി കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയും എന്ന കാര്യം നവീൻ പറഞ്ഞപ്പോൾ, അല്ല നീ ഏതോ പോലീസ് ഓഫീസറെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അതെ മുത്തശ്ശ, എന്തായാലും ആ ബന്ധം നടക്കും എന്ന് എനിക്ക് തോന്നണില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെയാണ് അവളോട് ഞാനൊന്നും ഇതുവരെ ആയിട്ടും തുറന്ന് പറയാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് പോയാലോ എന്ന് ചോദിച്ചപ്പം അല്ല അവൾ അങ്ങനെയൊന്നും പോകുന്ന കൂട്ടത്തിലുള്ള ആളല്ല മുത്തശ്ശ. അവളെ ഒരുമാതിരിപ്പെട്ട പെൺപയ്യന്മാർക്കൊന്നും ഉൾക്കൊള്ളാനും പറ്റില്ല. പക്ഷേ എന്തോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന് നവീൻ പറഞ്ഞു. അതും പറഞ്ഞ് അങ്ങ് പോകുന്നു. ഈ സമയം നമ്മുടെ അനിയുടെ ഫോണിലേക്ക് നവീൻ്റെ കോള് വരുന്നു. നവീൻ്റെ കോള് കണ്ടപ്പോഴത്തേക്ക് അനി ഫോൺ അത് എടുത്തു. പറയടാന്ന് പറഞ്ഞു. നിന്റെ എൻഗേജ്മെൻറ്റൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ പറഞ്ഞു, സൂപ്പർ ആക്ക് എന്നൊക്കെ പറയാം. നിശ്ചയോ നീ എന്നീ പറയണേന്ന് ചോദിച്ചപ്പം നീ എന്താ സ്വപ്നം എല്ലാം കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എടാ സ്വപ്നമൊന്നും കണ്ടതല്ല, നിന്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനോട് പറഞ്ഞതാണ് എന്നും പറഞ്ഞ് നവീൻ വിവരങ്ങളെല്ലാം നന്ദുവിനോട് പറയാം. അപ്പോൾ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ റിംഗ് എക്സ്ചേഞ്ച് ആണെന്ന് അധികം ആരെയും അറിയിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് മുത്തശ്ശൻ എന്തായാലും വരും, ഞാൻ വരില്ല കേട്ടോ എന്ന് നവീൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ശരിടാ ഓക്കേടാ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എടാ ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ അനി ഇവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. വെച്ചിട്ട് നവീൻ പോയി. ഇത് കഴിഞ്ഞ് അനി ആകെ ഭ്രാന്ത് കയറി വീട്ടിലേക്ക് വരുക. ഈ സമയത്ത് അജയനും ജയനും ദേവയാനിയും ഒക്കെ കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുന്നു. അനിയോട് ഈ കാര്യങ്ങൾ ഏട്ടനും ഏട്ടത്തെയും കൂടെ അവതരിപ്പിക്കണം എന്നും പറഞ്ഞു. ഈ വിവരങ്ങൾ പറയുമ്പോൾ അവതരിപ്പിക്കാനൊന്നും ഇല്ല എന്ന് ജാനകി, അന്യ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിവിടെ വന്ന് കയറുന്നതിനേക്കാളും നല്ലത് അവന്തിക മോള് തന്നെയാണ് എന്ന് ജാനകി പറയുന്നു. ഒന്നുമല്ലെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ എന്നും ജാനകി പറയുന്നേ. കഴിഞ്ഞ തവണ അനാമികയായിട്ടുള്ള ബന്ധം അവന് ഇഷ്ടമായിരുന്നില്ലെന്നും അന്ന് പക്ഷേ നന്ദുവിൻ്റെ കാര്യമൊന്നും നമ്മളോട് പറഞ്ഞിരുന്നില്ല എന്ന് ദേവയാനി പറയുമ്പം ഇവിടെയും നന്ദുവായിട്ട് അടുപ്പമുണ്ടെന്ന് അവൻ പറയുന്നില്ലല്ലോ എന്ന് ജാനകി. ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെന്താ ഏട്ടത്തി എന്ന് ജാനകി ചോദിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ മനസ്സ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് ജയൻ. മനസ്സെന്തായാലും ഒരു കാരണവശാലും നന്ദുവിൻ്റെ പേര് ഇവിടെ പറയുന്നതിനോട് പോലും എനിക്ക് താല്പര്യമില്ല എന്ന് ജാനകി ഇവരോട് പറഞ്ഞു. 2 മരുമക്കൾ ഇവിടെയുണ്ട്, അതിലൊരുത്തിയുടെ കാര്യം പിന്നെ അറിയാവല്ലോ. അവൾ തെറ്റിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അബിയോടൊപ്പം നടക്കുകയാണെന്നൊക്കെ പറയുമ്പം നീ അത് പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ തവണ നമ്മൾ ആ ഡീൽ ഉറപ്പിച്ചതേ നയനമോളുടെ കഴിവ് കൊണ്ടാണെന്ന് പറയുമ്പം അതിന് ഞാൻ നയനയെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അവൾ ഈ കുടുംബത്തിന്റെ വിളക്ക് തന്നെയാണെന്ന് പറഞ്ഞ് ജാനകി ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ വിളക്കിന്റെ ശോഭ ഇല്ലാണ്ടാക്കുന്ന ഒരുത്തിയാണ് നവ്യ എന്നും അതിൻ്റെ കൂടെ ആണുങ്ങളെ പോലും തല്ലുന്ന ഒരുത്തിയെ മരുമകളാക്കിയിട്ട് ഇനി അവളുടെ തല്ലും കൂടെ കൊള്ളാൻ എനിക്ക് വയ്യാന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. മോനെ നിന്നോട് ഞങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. ഈ വരുന്ന ഞായറാഴ്ച. അപ്പം ഞാൻ അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അനി ഭയങ്കരമായിട്ട് ഭൂകമ്പം ഉണ്ടാക്കുന്നു. അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നും അനി പറയുവാണ്. അല്ല എന്താ എല്ലാവരുടെ ഉദ്ദേശമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി അനി പറയുന്നതൊക്കെ കേട്ടിട്ട്. കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക, ഡിവോഴ്സ് ആണെങ്കിലോ ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതിനു മുമ്പ് ആരെങ്കിലും എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തുമോ എന്ന് ചോദിച്ചു അനി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണേ. മോനെ അതിന് നമ്മൾ ആരോടും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലടാ, വളരെ രഹസ്യമായിട്ട് റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന്
ജയം പറയുവാണ്, മോതിരങ്ങളിൽ പേര് പോലും കൊത്തുന്നില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കേസ് വന്നാൽ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു. അത് കേട്ടപ്പം എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ധൃതി കാണിക്കുന്നതെന്ന് അതിന് ചോദിക്കുക. എന്നും പറഞ്ഞ് നിൽക്കുക ജാനകി. ഞാൻ ഇതുവരെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. അപ്പം എത്ര സമയം വേണം നിനക്കൊന്നും പറഞ്ഞു മുത്തശ്ശൻ വന്നു. അത് പിന്നെ എടിപിടിയൊന്നും വേണ്ട മുത്തശ്ശ എന്ന് പറഞ്ഞു. ഞാൻ എടിപിടിയൊന്നും നടത്തുന്നില്ല, ഉറപ്പിന് വേണ്ടിയിട്ട്, അവന്തിക മോളുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു റിംഗ് എക്സ്ചേഞ്ച് നടത്തി വെക്കുകയാണെന്ന കാര്യം പറയുമ്പം ഈ ബന്ധത്തോടെ എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ 1000 തവണ പറഞ്ഞല്ലേ മുത്തശ്ശാന്ന് ചോദിച്ചു അനി. ഇത് നിന്റെ 2ാം വിവാഹമാണ് അനി, അവിടെ നിനക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയാണ് അവന്തിക മോളെന്ന് മുത്തശ്ശൻ പറയുമ്പം, മുത്തശ്ശ ഞാൻ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അവളോട് മാന്യമായി പറഞ്ഞതാ, എന്നിട്ട് എന്താ അവൾക്കത് പിടികിട്ടാത്തതെന്ന് ചോദിച്ചു. അങ്ങനെ അനി ആദ്യമായി മുത്തശ്ശൻ്റെ മുന്നിൽ ഫയർ ചെയ്ത് നിൽക്കുകയാണ്. നിന്റെ കൂട്ടുകാരൻ ഒരാളുണ്ടല്ലോ നവീൻ, അവനും അവന്തികയും തമ്മിലുള്ള കല്യാണം ആലോചിച്ചപ്പോൾ നിനക്ക് നവീനെ പ്രഷർ ചെലുത്തി അതിനെ സമ്മതിപ്പിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുക ജാനകി. അപ്പം അതേ മോനെ, നവീൻ അവന്തിക വേണ്ട എന്ന് പറഞ്ഞു പോയതോടെ അവളാകെ ഡെസ്പായി പോയിന്ന കാര്യം അജയൻ ഇങ്ങനെ പറയുന്നു. അപ്പം കുടുംബത്തിലെ പെൺകുട്ടികളെ ഒരുപാട് നിരാശപ്പെടുത്താൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ്റെ വക ഒരു ഡയലോഗും കൂടി. അതിനുശേഷം നവീനേക്കാളും നല്ലൊരു ബന്ധം അവൾക്ക് വേണമെന്ന് വാശി തോന്നി കാണുമെന്ന് പറയാം മുത്തശ്ശൻ. അതുകൊണ്ടാണ് നിന്നെ അവൾ തെരഞ്ഞെടുത്തതെന്നും പറഞ്ഞു. അവൾ മാത്രം അങ്ങനെ തെരഞ്ഞെടുത്താൽ മതിയോ മുത്തശ്ശ എന്ന് അനി അന്നേരം ചോദിച്ചു. എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഇല്ലേന്നും അനി തിരിച്ചു ചോദിക്കുവാണ്. എന്താ നിന്റെ ആഗ്രഹം എന്ന് ജാനകി. എല്ലാവരും പറയുന്നത് പോലെ ഇപ്പോഴും നിന്റെ മനസ്സിൽ നന്ദു ഉണ്ടോ എന്ന് ജാനകി അനിയോട് ചോദിക്കുക. അനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പൊ നന്ദു കണ്ടിട്ടൊരു കാര്യമില്ല ജാനകി, ആ ബന്ധത്തോട് കരകയ്ക്കും ഗോവിന്ദനും ഒരു താല്പര്യമില്ല. അവർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി ഇവന്റെ ഭാഗത്തു നിന്ന് ഒരു ശല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ. ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് തിരിച്ചെടുക്കേണ്ടി വന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ വീണ്ടും അനിയെ പെടുത്താൻ നോക്കണം. അപ്പോൾ മോന് പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ജയന്റെ വകയൊരു ചോദ്യം കൂടി. അതുകൊണ്ട് ഞായറാഴ്ച നിശ്ചയം നടക്കുമ്പോൾ ഒരു പ്രതിഷേധവും കൂടാതെ സന്തോഷത്തോടെ മോതിര കൈമാറ്റം നടത്തണമെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവരും അവരവരുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ഓരോന്ന് ചെയ്യുകയാണെന്ന് അനി അന്നേരം പറഞ്ഞു. പിന്നെ അവന്തികയ്ക്ക് കല്യാണത്തിന് താല്പര്യം ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും അവളുടെ സൈഡായല്ലേന്നും അനി ചോദിക്കുക. പിന്നെ ഓർമ്മയായ നാളു മുതൽ ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് അനി ഇവരോട് സ്പഷ്ടമായിട്ട് പറഞ്ഞു. ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമുള്ള കാര്യമായിട്ടോ ഒന്നും അനി ഇവരോട് എല്ലാവരോടുമായിട്ട് പറയുക. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. അനി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അതൊന്ന് കാര്യമാക്കേണ്ട അച്ഛാ, ഈ എൻഗേജ്മെന്റ് എന്തായാലും നടക്കണമെന്ന് ജാനകി. ഇനി എന്തായാലും അവന്തിക മോളെ കരയിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് മുത്തശ്ശൻ. അല്ല, ഇനി നിശ്ചയത്തിന്റെ സമയത്ത് അനി മാറി നിൽക്കുമെന്ന് എൻ്റെ പേടിയെന്ന് ദേവയാനി. അങ്ങനെ മാറി നിന്നാൽ പിന്നെ അവനെ വീട്ടിലോട്ട് കേറ്റരുത് അച്ഛാ എന്ന് ജാനകിയുടെ വക അടുത്ത ഉപദേശം. ഒറ്റ മോനാണെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അതിന് ശിക്ഷിക്കുക തന്നെ വേണം, ആദർശിനെ ശിക്ഷിച്ചതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം അന്നത്തെ ദിവസം എന്തോ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ കാര്യത്തെപ്പറ്റി ആലോചിച്ചും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് അനന്തപുരിക്കാരെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായിട്ടുള്ളതായിരിക്കും. അവന്തികയുടെ തനിനിറം അനന്തപുരിക്കാരെ തിരിച്ചറിയുമോ അതോ ഇനി അനിയെ വീണ്ടും പെടുത്തുവോ, ഇതൊക്കെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. ടാറ്റാ.